ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി ഇഡി. ശബരിമലയിലെ സംഭാവന, നെയ് വിതരണത്തിലെ ക്രമക്കേട് തുടങ്ങിയവയെക്കുറിച്ചുള്ള രേഖകൾ കണ്ടെത്തി. ഇഡിയുടെ റെയ്ഡ് 14 മണിക്കൂർ പിന്നിട്ടു. ഇഡി അന്വേഷണം സംശയാസ്പദമാണെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പ്രതികരിച്ചു. ശബരിമല ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിച്ചതിനെ കുറിച്ചാണ് ഇഡിയുടെ പരിശോധന. 3 സംസ്ഥാനങ്ങളിൽ 21 ഇടങ്ങളിലായി രാവിലെ 7 മണി മുതൽ പരിശോധന തുടങ്ങി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ഇഡിയുടെ സംഘം എത്തി. രേഖകൾ പരിശോധിച്ചു. ദേവസ്വം ബോർഡിന് ലഭിച്ചിരിക്കുന്ന സംഭാവനകളിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. നെയ് വിൽപ്പനയിൽ തട്ടിപ്പ് നടത്തിയതിന്റെ രേഖകളും പിടിച്ചെടുത്തു. പരിശോധന വരും ദിവസങ്ങളിൽ തുടരാനാണ് ഇഡിയുടെ തീരുമാനം. എ പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു തുടങ്ങിയവരുടെ വീടുകളിലും പരിശോധന നടത്തി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലെ ഗവർണറുടെ വീട്ടിലും സംഘം എത്തിയിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ പക്ഷേ പരിശോധന നടത്തിയതുമില്ല. ഇഡിയുടെ അന്വേഷണത്തിനെതിരെ ദേവസ്വം വകുപ്പ് മന്ത്രി രംഗത്തെത്തി. SITയുടെ അന്വേഷണം തൃപ്തികരമായി പോകുന്നെന്ന് കോടതി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ കൂടി ഇഡി വരുന്നതിന്റെ ഉദ്ദേശം പലർക്കും സംശയിച്ചിട്ട് കാണുന്നത്. അത് മാത്രമല്ല, ചിലയിടത്ത് വിവേചനാപരമായ സമീപനം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ വരണ്ടേ. കള്ളപ്പണ ഇടപാട് വ്യക്തമായാൽ പ്രതികളുടെ വസ്തുവകകൾ കണ്ടെത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇഡി കടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാക്കൾ അടക്കമുള്ളവരിലേക്ക് ഇഡിയുടെ അന്വേഷണം നീങ്ങുന്നതിൽ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാക്കൾ അടക്കമുള്ളവരിലേക്ക് ഇഡിയുടെ അന്വേഷണം നീങ്ങുന്നതെന്ന രാഷ്ട്രീയ പ്രാധാന്യവും കേസിനുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.